I wish all my dear students a wonderful day. Today, in this session, we are going to deal with word stress. എന്താണ് വേർഡ് സ്ട്രെസ് എന്നും എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So, shall we begin? Okay, here we go. First of all, we will understand what do you mean by word stress. Word stress. Stress is defined as varying degree of emphasis or force with which sounds are produced. So, stress is defined as a varying degree of emphasis or force with which sounds are produced. നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് അത് ഉച്ചരിക്കുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു ശബ്ദം അതിലേക്ക് കുറച്ച് സ്ട്രെസ് ചേർത്തുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥത്തിലും അതിൻ്റെ ഉപയോഗിക്കുന്ന സ്ഥലത്തും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഇടപെടലുകൾ ആ വാക്കിന് ഉണ്ടായിത്തീരും. സോ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ വേരിയിങ് ഡിഗ്രി. ആ വാക്കിൽ ആ സ്ട്രെസ്സ് പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നതിൻ്റെ രീതിയിൽ ആ ഒരു എംഫസിസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫോഴ്സാണ് നമ്മൾ ആ സൗണ്ടിന് കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു വാക്കിനെ നമ്മൾ സിലബിളുകളാക്കി ഡിവൈഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചില സിലബിളുകളിൽ ആ സ്ട്രെസ്സ് വരുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം പോലും അത് ഉപയോഗിക്കുന്നതിൻ്റെ ചിലപ്പോൾ അത് നൗണാവും, ചിലപ്പോൾ അത് വെർബായി മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സ്ട്രെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ ഫോണീംസ് in an English word are not spoken with the same degree of force, and stressing plays a significant role in deciding the grammatical category and semantic content of a many words in English. So, in all phonemes in English are not spoken with the same degree of force. ഒരേ ഡിഗ്രി അല്ലെങ്കിൽ ഒരേ വേ ഓഫ് സ്ട്രെസ് ആയിരിക്കില്ല വാക്കുകളിൽ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. അതുകൊണ്ട് തന്നെ എവിടെയാണ് ആ സ്ട്രെസ്സ് നമ്മൾ കൊടുക്കുന്നത് എന്നതിനനുസരിച്ച് അതിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ കാറ്റഗറീനെ ഡിഫൈൻ ചെയ്യുന്ന തരത്തിൽ ആ സ്ട്രെസ്സിന് ഇമ്പോർട്ടൻസ് ലഭിക്കാറുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ മാറ്റുന്ന തരത്തിൽ, ദാറ്റ് യു മീൻ ബൈ സെമാൻറ്റിക് കണ്ടൻറ്റ്, അതിൻ്റെ അർത്ഥം പോലും മാറ്റുന്ന രീതിയിൽ ആ സ്ട്രെസ്സിന് ആ ഒരു മാറ്റത്തിന് കാരണം ആയിഭവിക്കാറുണ്ട്. സിലബിൾ, which is the unit of sound, if incorrectly stressed, can create misunderstanding between speakers and can be a barrier to effective communication. നമുക്കറിയാം, which is the smallest unit of sound, it is the syllable. തെറ്റായ ഒരു സിലബിളിലാണ് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നത് എങ്കിൽ it will lead to misunderstanding between speakers and it will be a barrier to effective communication. അത്തരത്തിൽ തെറ്റായ ഒരു സ്ട്രെസ്സ് നമ്മൾ ഒരു വാക്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകുമെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് തെറ്റായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനായി മാറും. ആൻഡ് ഇറ്റ് വിൽ ബി എ ഹിൻഡ്രൻസ് ടു കമ്മ്യൂണിക്കേഷൻ, വിച്ച് മീൻസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. First thing that we are going to deal with is words with same spelling and sound structure and often stressed on the first syllable if they are used as nouns. The stress is placed on the second syllable if the grammatical function is that of a verb. If there is no stress shift, one of the phonemes will be realized in pronunciation differently. So, we are now dealing with noun and verb. Noun എന്താണ്? മലയാളത്തിൽ നാമം എന്ന് പറയും, അല്ലേ? എന്തിൻ്റെങ്കിലും ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെ നാമമാണ് എന്ത്? നൗൺ, അല്ലേ? നൗൺ ഈസ് എ നെയിം ഓഫ് എൻ ഒബ്ജക്റ്റ്, പ്ലേസ് ഓർ എ പേഴ്സൺ, അങ്ങനെയല്ലേ പോവാം? യെസ്. ആൻഡ് വാട്ട് യു മീൻ ബൈ വേർബ്? വേർബ് ഇൻ മലയാളം ഈസ് ക്രിയ, അല്ലേ? ക്രിയാപദം എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് എൻ ആക്ഷൻ പെർഫോംഡ്, അല്ലേ? ഇറ്റ് ഈസ് എൻ ആക്ഷൻ, ഒരു ചെയ്യുന്ന കാര്യത്തെയാണ് ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അവിടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മളവിടെ വേർബ് എന്ന് പറയുന്നത്, അല്ലേ? സോ
നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ വേർഡ് വിത്ത് സെയിം സ്പെല്ലിംഗ്, ഒരേ സ്പെല്ലിംഗ് ഉള്ള വാക്ക് തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ സ്ട്രെസ്സിന് മാറ്റത്തിനനുസരിച്ച് ചിലത് നൗണാവും, ചിലത് വേർബായി മാറാറുണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. The sound structure are often stressed on the first syllable if they are used as nouns. സ്ട്രെസ് ആദ്യത്തെ സിലബിൾ, ഒരു വാക്കിൻ്റെ ആദ്യത്തെ സിലബിളിലാണ് ആ സ്ട്രെസ് വീഴുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു നൗണായി വരാറുണ്ട്. അതല്ല രണ്ടാമത്തെ സിലബിളിലാണ് വീഴുന്നതെങ്കിൽ അത് മിക്കവാറും ഒരു വേർബായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള ധാരാളം എക്സാമ്പിൾസ് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. ഫസ്റ്റ് വൺ ഇസ് ആബ്സ്ട്രാക്റ്റ്. അതിൻ്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ആബ്സ്ട്രാക്റ്റ്, അതിൽ ആദ്യത്തെ സിലബിളായിട്ടുള്ള ആബ്, അവിടെയാണ് സ്ട്രെസ് വീഴുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു നൗൺ ആവും. ആബ്സ്ട്രാക്റ്റ്. രണ്ടാമത്തെ സിലബിളിൽ വീഴുകയാണെന്നുണ്ടെങ്കിലോ അബ്സ്ട്രാക്റ്റ്, ബ് കഴിഞ്ഞിട്ടുള്ള അവിടെയാണ് സ്ട്രെസ് വീഴുന്നതെന്നുണ്ടെങ്കിൽ അത് വേർബായിട്ട് മാറും. സെക്കൻഡ് വേർഡ് ഇസ് ആക്സെൻറ്റ്. ഫസ്റ്റ് സിലബിളിലാണ് സ്ട്രെസ് വീഴുന്നത് എന്ന് വിചാരിക്കുക. ആക്സെൻറ്റ്. ഫോർ എക്സാമ്പിൾ, എ സ്ട്രോങ് അമേരിക്കൻ ആക്സെൻറ്റ്. അവിടെ ആദ്യത്തെ സിലബിളിലാണ് സ്ട്രെസ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി എ നൗൺ, ആക്സെൻറ്റ്. Now if it is on the second syllable, accent. For example, the TV show that accented the youth. The TV show that accented youth. അവിടെ രണ്ടാമത്തെ സിലബിളിലാണ് സ്ട്രെസ് വന്നിട്ടുള്ളത്. So obviously it will become a verb. The third example is attribute. If it is, the stress is forming on the first syllable, then it will become attribute. If it is on the second syllable, please go through the phonetic transcription again. Attribute. Attribute, not attribute. Now it's become attribute. Next, the fourth example is compress. Compress. ഫസ്റ്റ് സിലബിളിലാണ് വീഴുന്നതെന്നുണ്ടെങ്കിലോ കംപ്രസ്. സെക്കൻഡ് സിലബിളിലാവുകയാണെങ്കിലോ കംപ്രസ്. Likewise, please go through all these examples and please learn the position where the stress is placed. One more example I will give you, which is the dessert. First syllable-ലാണ് സ്ട്രെസ് വീഴുന്നതെന്നുണ്ടെങ്കിൽ dessert, dessert. സെക്കൻഡിലാണെങ്കിൽ dessert, എന്ന ശബ്ദം അവിടെ വരുന്നുണ്ട് കേട്ടോ. മറ്റേത് dessert ആയിരുന്നെങ്കിൽ ഇത് dessert ആണ്. First one, which is a noun, then it is an example. The sub-Saharan desert, which means that ആ ഒരു മരുഭൂമിയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ നൗൺ അല്ലേ. The sub-Saharan desert. And if it is a verb, then the tourists have deserted the beach. That's an example. The tourists have deserted the beach. So the stress is on the second syllable. I hope you understand it. Please go through all these examples once again and learn how the stress makes changes in the word with the same spelling, but if the stress is placed in the first syllable,
then it becomes a noun, and if it is placed on the second syllable, then it becomes the verb. These are the few examples. Second one, words with weak prefixes are generally accented on the root. What do you mean by affix, prefix and suffix? Prefix means the sound will be added on the front portion of the word. If it is suffix, then it will be in the last ending part. അല്ലേ, അവസാനത്തെ ഭാഗത്താണ് ആ വാക്ക് ചേരുന്നത് എന്നുണ്ടെങ്കിൽ we call it a suffix. ആദ്യ ഭാഗത്താണെങ്കിൽ we call it a prefix. You know it, അല്ലേ? The word with weak prefixes, വളരെ weak ആയിട്ടുള്ള ഒരു prefix ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ it is generally accented on the root word. ആ വാക്കിൻ്റെ റൂട്ട് വേർഡിനടുത്തേക്കായിരിക്കും അതിൻ്റെ പ്രിഫിക്സിലായിരിക്കും എന്തുണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവുക. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദീസ് എക്സാമ്പിൾസ്. അഗോ, ഗോ എന്നതാണ് റൂട്ട് വേർഡ് അല്ലേ? അഗോ, എ എന്നത് അതിനോട് ചേരുകയാണ്, പ്രിഫിക്സ് ആണത് അല്ലേ? അപ്പോൾ അഗോ എന്ന ശബ്ദത്തിന് ശേഷമാണ് അവിടെ സ്ട്രെസ് വരുന്നത്. ലൈക്ക് വൈസ് ബിലോ, ബിലോ. അൺലോക്ക്, അൺ എന്നതിന് ശേഷമാണ് അവിടെ സ്ട്രെസ് വരുന്നത്. നോൺ സ്റ്റോപ്പ്, നോൺ, അവിടെ ഒരു സ്ട്രെസ് ഉണ്ട് അല്ലേ? നോൺ സ്റ്റോപ്പ്. അബൌട്ട്, അബൌട്ട്, എന്നതിന് ശേഷം ഒരു സ്ട്രെസ് ഉണ്ട്. അറൗണ്ട്, അറൗണ്ട്. സോ എന്നതിന് ശേഷം അവിടെ റൂട്ട് വേർഡ് എന്താണ്? റൗണ്ട് എന്നത് റൂട്ട് വേർഡാണ്, യഥാർത്ഥമായിട്ടുള്ള വാക്കാണ്, അതിനൊരർത്ഥമുണ്ട് അല്ലേ? ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് എ റൂട്ട് വേർഡ്. അറൗണ്ട്, അറൗണ്ട്. വൺസ് അഗെയിൻ, അഗോ, ബിലോ, unlock, non-stop, about, around. I hope it is clear. Words with weak prefixes are generally accented on the root. Clear? Okay. Third one, words ending in iron are stressed on the penultimate syllable. Ion എന്നത് ആഡ് ചെയ്യുകയാണ് ആസ് സഫിക്സ് അല്ലേ? സഫിക്സ് ആയിട്ട് ഇയോൺ എന്നത് ആഡ് ചെയ്യുമ്പോഴുള്ള സ്ട്രെസ്സിൻ്റെ വേരിയേഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇയോൺ എന്നത് ആഡ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് വിൽ ബി ഹാപ്പനിങ് ഓൺ ദ പെനൾട്ടിമേറ്റ് സിലബിൾ, ഏറ്റവും അവസാനത്തെ സിലബിളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ഇയോൺ ചേരുന്നതിന് തൊട്ട് മുന്നേയുള്ള സിലബിളാണ് നമ്മൾ എടുക്കുന്നതെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ, അവിടെ സ്ട്രെസ് വീഴുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. ഒന്ന് പറഞ്ഞു നോക്കുക, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവും. എക്സാമിനേഷൻ, എക്സാമിനേഷൻ. എഡ്യൂക്കേഷൻ, explanation, repetition. These are the examples. Application, examination, education, explanation, repetition. These are some of the examples. Fourth one, words that end in ik, ele, en. These are some of the examples. ഇത്തരത്തിലുള്ള സഫിക്സുകളാണ് ഒരു വാക്കിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് എങ്കിൽ the stress will be happening in the preceding the suffix. ആ സഫിക്സിന് ഏറ്റവും മുന്നിലായിട്ടുള്ള സിലബിളിലായിരിക്കും സ്ട്രെസ് മാർക്ക് ചെയ്യപ്പെടുക. ഇവിടെ കൊടുത്തിട്ടുള്ള റെഡ് കളറിലുള്ളതെല്ലാം അതിൽ ആഡ് ചെയ്യപ്പെടുന്ന സഫിക്സുകളാണ്. ക്ലിയർ? അതെല്ലാം നോട്ട് ഡൗൺ ചെയ്യുക.
Few examples are given below. Please go through it. Also, which are they? Electric. ഈയിലാണ് സ്ട്രെസ് വീഴുന്നത്. പൊളിറ്റിക്കൽ, പോ എന്ന ശബ്ദത്തിൻ്റെ അടുത്തേക്കാണ് സ്ട്രെസ് വരുന്നത്. എസെൻഷ്യൽ, എസെൻഷ്യൽ. ആർട്ടിഫിഷ്യൽ, സബ്സ്റ്റാൻഷ്യൽ, സ്റ്റാൻഷ്യൽ. അവിടെയാണ് അതിൻ്റെ സ്ട്രെസ് വീഴുന്നത്. സബ്സ്റ്റാൻഷ്യൽ. ക്ലിയർ? ഫിഫ്ത്ത് വൺ, വേർഡ്സ് എൻഡിങ് വിത്ത് സഫിക്സസ് ഈർ അല്ലെങ്കിൽ ഇ ആർ ഓഫൻ ആക്സെൻറ്റഡ് ഓൺ ദ സഫിക്സ് ഇറ്റ് സെൽഫ്. ഈർ അല്ലെങ്കിൽ ഇ എന്നുള്ള തരത്തിൽ ഒരു സഫിക്സ് ആഡ് ചെയ്യപ്പെടുകയാണെന്ന് കരുതാം. ദീസ് ആർ നോട്ട് സൗണ്ട്സ്, ദീസ് ആർ ദ സഫിക്സ്. മേക്ക് ക്ലിയർ ഓഫ് ഇറ്റ്. For example, payee, examinee, examinee, absentee, engineer, pioneer, interviewee. These are the examples for it. Mind it, that suffix like ear and e are added, then the accent will be at the ending of the suffix. ആ റൂട്ട് വേർഡ് കഴിഞ്ഞ് ആ ഒരു സഫിക്സ് ആഡ് ചെയ്യുന്നതിനോട് അടുത്ത് ചേർന്നായിരിക്കും എപ്പോഴും അതിൻ്റെ സ്ട്രെസ് വീഴുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ വേണം അതിനെ പ്രൊനൗൺസ് ചെയ്യാൻ. ക്ലിയർ? ലൈക്ക് പേയ്, എക്സാമിനീ, ആബ്സെൻറ്റി, engineer, pioneer, interviewee. Clear? That is about the word stress in English language. Thank you.